2 രാജാക്കന്മാർ 25-ാം അധ്യായം. അവന്റെ വാഴ്ചയുടെ 9-ാം ആണ്ടിൽ 10-ാം മാസം 10-ാം തീയതി ബാബേൽ രാജാവായ നെബൂഖദ്നേസർ തന്റെ സർവ്വസൈന്യവുമായി യെരുശലേമിന്റെ നേരെ വന്ന് പാളയമിറങ്ങി. അതിനെതിരെ ചുറ്റും വാടകോരി. സിദക്കിയ രാജാവിന്റെ 11-ാം ആണ്ടുവരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു. 4-ാം മാസം 9-ാം തീയതി നഗരത്തിൽ ക്ഷാമം കലശലായി. ദേശത്തെ ജനത്തിന് ആഹാരം ഇല്ലാതെ പോയി. അപ്പോൾ നഗരമതിൽ ഒരിടം പൊളിച്ച് കൽദേർ നഗരം വളഞ്ഞിരിക്കെ പടയാളികളൊക്കെയും രാത്രി സമയത്ത് രാജാവിന്റെ തോട്ടത്തിനരികെ 2 മതിലുകൾക്കും മധ്യേയുള്ള പടിവാതിൽ വഴിയായി ഓടിപ്പോയി. രാജാവും അരാബിയിലേക്കുള്ള വഴിയായി പുറപ്പെട്ടുപോയി. എന്നാൽ കൽദേരുടെ സൈന്യം രാജാവിനെ പിന്തുടർന്ന് എരിഹോ സമഭൂമിയിൽ വെച്ച് അവനോട് എത്തി. അവന്റെ സൈന്യമൊക്കെയും അവനെ വിട്ട് ചിന്നിപ്പോയി. അവർ രാജാവിനെ പിടിച്ച് റിബ്ലായിൽ ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവർ അവന് വിധി കൽപ്പിച്ചു. അവർ സിദക്കിയാവിന്റെ പുത്രന്മാരെ അവൻ കാൺകെ കൊന്നു. സിദക്കിയാവിന്റെ കണ്ണ് പൊട്ടിച്ചിട്ട് 2 ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി. 5-ാം മാസം 7-ാം തീയതി നെബൂഖദ്നേസർ രാജാവെന്ന ബാബേൽ രാജാവിന്റെ 19-ാം ആണ്ടിൽ തന്നെ ബാബേൽ രാജാവിന്റെ ഭൃത്യനായി അകമ്പടി നായകനായ നെബൂസരദാൻ യെരുശലേമിൽ വന്നു. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. യെരുശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. അകമ്പടി നായകനോടുകൂടെ ഉണ്ടായിരുന്ന കൽദേയ സൈന്യമൊക്കെയും യെരുശലേമിന്റെ ചുറ്റുമുള്ള മതിലുകളെ ഇടിച്ചു കളഞ്ഞു. നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനത്തെയും ബാബേൽ രാജാവിനെ ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബൂസരദാൻ കൊണ്ടുപോയി. എന്നാൽ അകമ്പടി നായകൻ ദേശത്തെ എളിയവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായിട്ടും കൃഷിക്കാരായിട്ടും വിട്ടേച്ചു പോയി. യഹോവയുടെ ആലയത്തിലെ താമ്രസ്തംഭങ്ങളും പീഠങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും കൽദേയർ ഉടച്ചു കളഞ്ഞ് അവയുടെ താമ്രം ബാബേലിലേക്ക് കൊണ്ടുപോയി. കലങ്ങളും ചട്ടുകങ്ങളും കത്രികകളും തവികളും ശുശ്രൂഷയ്ക്കുള്ള താമ്രോപകരണങ്ങളൊക്കെയും അവർ എടുത്തുകൊണ്ടുപോയി. തീച്ചട്ടികളും കലശങ്ങളും പൊന്നും വെള്ളിയും കൊണ്ടുള്ളതൊക്കെയും അകമ്പടി നായകൻ കൊണ്ടുപോയി. ശലോമോൻ യഹോവയുടെ ആലയത്തിനു വേണ്ടി ഉണ്ടാക്കിയ 2 സ്തംഭം, 1 കടൽ, പീഠങ്ങൾ എന്നിങ്ങനെയുള്ള സകല ഉപകരണങ്ങളുടെയും താമ്രത്തിന് തൂക്കമില്ലാതെ ഇരുന്നു. 1 സ്തംഭത്തിന്റെ ഉയരം 18 മുഴം. അതിന്മേലുള്ള പോതിക താമ്രം കൊണ്ട് ആയിരുന്നു. പോതികയുടെ ഉയരം 3 മുഴം. പോതികയുടെ ചുറ്റുമുള്ള വലപ്പണിയും മാതളപ്പഴവും ആസകലം താമ്രം കൊണ്ടായിരുന്നു. ഇതുപോലെ മറ്റേ സ്തംഭത്തിനും വലപ്പണിയും മറ്റും ഉണ്ടായിരുന്നു. അകമ്പടി നായകൻ മഹാപുരോഹിതനായ സെരായാവേയും 2-ാം പുരോഹിതനായ സെഫന്യാവേയും 3 ഉമ്മരപ്പടി കാവൽക്കാരെയും പിടിച്ചുകൊണ്ടുപോയി. നഗരത്തിൽ നിന്ന് അവൻ യോദ്ധാക്കളുടെ മേൽവിചാരകനായ ഒരു ഷണ്ണനെയും നഗരത്തിൽ വെച്ച് കണ്ടെത്തിയ രാജപരിചാരകന്മാരിൽ 5 പേരെയും ദേശത്തെ ജനത്തെ പടയ്ക്ക് സ്വരൂപിക്കുന്ന സേനാപതിയുടെ രായസക്കാരനെയും നഗരത്തിൽ കണ്ട ദേശത്തെ ജനത്തിൽ 60 പേരെയും പിടിച്ചുകൊണ്ടുപോയി. ഇവരെ അകമ്പടി നായകനായ നെബൂസരദാൻ പിടിച്ച് റിബ്ലായിൽ ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. ബാബേൽ രാജാവ് ഹമാത്ത് ദേശത്തിലെ റിബ്ലായിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു. ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ടുപോകേണ്ടി വന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹൂദ ദേശത്ത് ശേഷിപ്പിച്ചു വെച്ച ജനത്തിന് ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകനായ ഗെദല്യാവെ അധിപതിയാക്കി. ബാബേൽ രാജാവ് ഗെദല്യാവെ അധിപതിയാക്കി എന്ന് നെഥന്യാവിന്റെ മകൻ ഇഷ്മായേൽ, കാരേഹിന്റെ മകൻ യോഹാനാൻ, നെതോഫാത്യനായ തൻഹൂമത്തിന്റെ മകൻ സെരായാവ്, മാഖാത്യന്റെ മകൻ യാസന്യാവ് എന്നിങ്ങനെ സകല സേനാപതികളും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്പായിൽ ഗെദല്യാവിന്റെ അടുക്കൽ വന്നു.
ഗെദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്ത് അവരോട്, നിങ്ങൾ കൽദയരുടെ ദാസന്മാർ നിമിത്തം ഭയപ്പെടരുത്. ദേശത്ത് പാർത്ത് ബാബേൽ രാജാവിനെ സേവിപ്പിൻ, അത് നിങ്ങൾക്ക് നന്മയായിരിക്കും. എന്നാൽ 7-ാം മാസത്തിൽ രാജവംശക്കാരനായ എലീശായുടെ മകനായ നെഥന്യാവിന്റെ മകനായ ഇസ്മായേൽ 10 ആളുമായി വന്ന് ഗെദല്യാവെയും അവനോടുകൂടെ മിസ്പായിൽ ഉണ്ടായിരുന്ന യഹൂദ്യരെയും കൽദയരെയും വെട്ടിക്കൊന്നു. അപ്പോൾ ആബാലവൃദ്ധം ജനമൊക്കെയും സേനാപതിമാരും കൽദയരെ ഭയപ്പെടുകയാൽ എഴുന്നേറ്റ് പുറപ്പെട്ട് മിസ്രയീമിലേക്ക് പോയി. യഹൂദ രാജാവായ യെഹോയാഖീന്റെ പ്രവാസത്തിന്റെ 37-ാം ആണ്ടിൽ 12-ാം മാസം 27-ാം തീയതി ബാബേൽ രാജാവായ യെവീൽ മെരോദക് താൻ രാജാവായ ആണ്ടിൽ യഹൂദ രാജാവായ യെഹോയാഖീനെ കടാക്ഷിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് അവനോട് ആദരവായി സംസാരിച്ച് അവന്റെ ആസനത്തെ തന്നോടുകൂടെ ബാബേലിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ചു. അവന്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി. അവൻ ജീവപര്യന്തം നിത്യം അവന്റെ സന്നിധിയില് ഭക്ഷണം കഴിച്ചു പോന്നു. അവന്റെ അഹോവൃത്തിയോ രാജാവ് അവന് അവന്റെ മരണ ദിവസം വരെ അവന്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തുപോന്നു.